സാധനം കണ്ടു 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 കിട്ടി കിട്ടി വീഡിയോ കിട്ടിയടാ. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവ ഇറങ്ങി. വനം വകുപ്പ് RRT സംഘം നടത്തിയ പരിശോധനയിലാണ് കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിന്റെ C1 ബ്ലോക്കിലാണ് കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഇന്ന് രാവിലെ കടുവയെ കണ്ടത്. ഉടൻ ഇവർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയും DFO ഉൾപ്പെടെയുള്ള RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയുമായിരുന്നു. സാധനം കണ്ടു 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 കിട്ടി കിട്ടി വീഡിയോ കിട്ടിയടാ. രാവിലെ മുതൽ എസ്റ്റേറ്റിൽ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കാളിക്കാവ് റേഞ്ചിലുള്ള RRT സംഘം പരിശോധനയ്ക്കെത്തി. സംഘത്തിന്റെ മുൻപിലും കടുവ പെട്ടു. സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. സൈലന്റ് വാലി കാട്ടിൽ നിന്നാണ് കടുവ എത്തിയത് എന്നാണ് സംശയിക്കുന്നത്. കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ താഴ്വാര മേഖലയാണിത്. കടുവയെ കണ്ട മേഖലയിൽ ജനവാസമില്ലെങ്കിലും ഏക്കർ കണക്കിനുള്ള റബ്ബർ തോട്ടമാണിവിടം. അതുകൊണ്ട് തന്നെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ നിരന്തരം ജോലിയിലേർപ്പെടുന്ന പ്രദേശമാണിത്. എസ്റ്റേറ്റിന് താഴെയുള്ള പ്രദേശം ജനവാസ മേഖലയാണ്. കടുവയെ കണ്ടെത്തിയതോടെ തൊഴിലാളികളും സമീപ പ്രദേശങ്ങളിലുള്ളവരും ആശങ്കയിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.